ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോഴേ അമ്മ പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാം. അമ്മ എല്ലാ വീഡിയോയുടെയും ആദ്യം ഈ അപ്പോഴേ എന്നൊരു വേർഡ് ചേർക്കുന്നുണ്ട്. ഡബ് ചെയ്യുമ്പോഴായാലും അല്ലാണ്ട് സംസാരിക്കുമ്പോഴായാലും. അപ്പം നമുക്കും അമ്മയുടെ ചാനലിൽ അങ്ങനെ തന്നെ പോവാം. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു അടുക്കളയിൽ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷൻ. ആഷ്മി ഇവിടെ കുളിച്ചതുമില്ല നനച്ചതുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കുകയാണ്. ഞാനാണെങ്കിൽ രാവിലെ റെഡി ആയിട്ട് ഡാൻസ് സ്കൂളിൽ പോയി. നാളെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാനില്ല, പക്ഷേ ഇനി മുമ്പ് ഞാൻ ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ കൊറിയോഗ്രാഫി ജാനകി എന്ന് പറയുന്നൊരു ഡ്രാമ. അപ്പോൾ ആ ഡ്രാമയ്ക്കകത്ത് ഞാനുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, ഒരു അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ പെർഫോം ചെയ്തപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി തിരുവല്ലയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ ഞാനില്ല. ദൂരെയാണ്, അമ്മയ്ക്ക് പോകാൻ നോക്കത്തില്ല, അതുകൊണ്ട് ഞാനില്ല. പക്ഷേ എൻ്റെ ആ ഒരു പാർട്ട് ചെയ്യാൻ വേറൊരു കൊച്ചുണ്ട്. അപ്പോൾ ആ കൊച്ചിന് എൻ്റെ ഡ്രസ്സ് ഓർണമെൻറ്റ്സൊക്കെ കൊടുക്കാൻ ഞാൻ ഡാൻസ് സ്കൂളിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് അമ്മ അടുക്കളയിൽ കയറി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. രാവിലെ ദോശ ചമ്മന്തി അതാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് കഴിച്ചു, എല്ലാവരും കഴിച്ചു. വീടൊക്കെ ക്ലീൻ ചെയ്തു, മുറ്റടിച്ചു വാരി എല്ലാം ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അമ്മ ദാണ്ട് ഇവിടെ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി ഒന്നും കാണുന്നില്ലല്ലോ. എന്നിട്ട് തക്കാളിയൊക്കെ വെന്തുടഞ്ഞതാ, പുളി ചേർക്കത്തില്ല. അത് റെസിപ്പി ഒക്കെ വേണമെങ്കിൽ അമ്മ ഡയറക്റ്റ് ചോദിക്കണം എന്നോടൊന്ന് പറഞ്ഞു. ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ, എന്തെന്ന് അറിഞ്ഞോളൂ. തക്കാളി തേങ്ങ അരച്ച്, ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ചെറിയ ഉള്ളി നമ്മൾ അരച്ചതിനകത്ത് ചേർത്ത്, മുളക് പൊടിയെല്ലാം കൂടെ. ഇപ്പുറത്ത് പിന്നെ പാവയ്ക്ക് കരിഞ്ഞോണ്ടിരിക്കുന്നു. കരിഞ്ഞോണ്ടിരിക്കുവല്ലോ ഞാൻ. ഇത് ഇച്ചിരി മൂപ്പിച്ചെടുക്കണോടെ, കരിഞ്ഞൊന്നുമില്ല, എന്നാ മൂപ്പ് ചെയ്യാം. പിന്നെ മീനുണ്ട്, മീൻ വറക്കാനായിട്ട് വെച്ചിരിക്കട്ടോ. അയ്യോ, ഇതെന്തൂടെ അതിന്റെ ഇല്ല, ഇതിന്റെ ഇത് പരിഞ്ഞിലൊന്നും എനിക്കിഷ്ടമല്ല. അത് നമുക്ക് അല്ലാതെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാനല്ലേ ഇഷ്ടം. അപ്പം ഇതൊക്കെയാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ വിഭവങ്ങൾ. ഞാനും അമ്മ ആഷ്മി മാത്രം ഉള്ളപ്പോഴാണെങ്കിൽ ഇതുപോലും കാണത്തില്ല. ഒരു ചമ്മന്തി ചോറ് മാത്രമേ കാണത്തുള്ളൂ. ഇതിപ്പോ അമ്മൂമ്മ ആയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരു കറിയൊക്കെ മതി കേട്ടോ, മീനൊക്കെ ഉണ്ടെങ്കിൽ. അമ്മൂമ്മയ്ക്കാണ് കറിയൊക്കെ വേണ്ടുന്നത്. പിന്നെ ഇപ്പൊ വെല്ലുമിച്ചൊക്കെ ഉണ്ട്, എല്ലാവർക്കുമായിട്ട് വെച്ചതാണ്. എല്ലാം ചുമ്മാ കേട്ടോ. എന്റെ ഫേവററ്റ് കറിയാണ് ഇത്. ഞങ്ങളുടെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലേ തക്കാളിക്കറി, ഇങ്ങനെ പച്ച അരച്ച് തക്കാളിക്കറി ഇങ്ങനെ. എന്റെ ഫേവററ്റ് കറിയാണ് തക്കാളിക്കറി. ഇതാണ് തക്കാളിക്കറിയും നാരങ്ങാച്ചറും. ഇതുകൊണ്ട് ഈ വെള്ള നാരങ്ങാച്ചറുണ്ടല്ലോ, ഭയങ്കര രസം കേട്ടോ. ഇത് മുട്ട പൊരിച്ചത്, അതെ മീൻ വറുത്തത്. എനിക്ക് മാത്രമല്ല ഈ വീട്ടിൽ കറി ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടം. പക്ഷെ ആഷ്മി എന്നെ കൂടെ തിന്നോന്ന് അറിഞ്ഞൂടാ. എനിക്ക് തക്കാളി ഇട്ട് ഈ സാധനം, പിന്നെ പുളിശ്ശേരി, തക്കാളി പുളിശ്ശേരി. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടം കേട്ടോ. തക്കാളി ഇട്ടില്ലേലും ഞാനുണ്ടല്ലോ, ഇത് നല്ലോണം പെടുത്തിയ നല്ല മാറി. ഞാൻ പച്ചക്കറി കടയിൽ പോയപ്പോണ്ടല്ലോ, മാങ്ങ ഈ വർഷം ഞങ്ങൾ മാങ്ങ പഴുത്തത് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങ തരാൻ പറഞ്ഞപ്പ മൂവാണ്ടം മാങ്ങ പഴുത്തയാന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ പ്രത്യേകം ചോദിച്ചു, വെളഞ്ഞി പഴുത്തയാണോ? ഞാൻ പുളിയില്ല, നമുക്കത് ഷേക്ക് അടിക്കാം. പിന്നെ എന്റെ ഫേവററ്റ് കിളിച്ചുണ്ടൻ മാങ്ങ ഉണ്ടല്ലോ, കിളിച്ചുണ്ടൻ മാങ്ങ. പക്ഷെ നമുക്ക് കട്ടിക്കോ കൊള്ളത്തില്ല. കൊള്ളണ്ട. വീട്ടമ്മ ഞാൻ എടുക്കുന്നുണ്ട് വീഡിയോ. അമ്മ പറഞ്ഞോ ഇത് കട്ട് ചെയ്ത് കളയാൻ പറയും, പക്ഷെ കളയല്ലേ. എന്റെ മുഖം വൃത്തിയോടെ ഞാൻ അടുക്കള വയ്ക്കൂല്ലയോ. പിന്നെ അടുക്കള നിൽക്കുമ്പോ ലിപ്സ്റ്റിക് എടുക്കാൻ പറ്റുമോ? ലിപ്സ്റ്റിക് ഏയ് ഇല്ല. അന്ന് മലക്കോട എത്രാം ദിവസം ലിപ്സ്റ്റിക്കേ ഇടത്തില്ല. അന്ന് 3 പേരുടെ മത്സരിച്ച് ഇടക്കുമായിരുന്നു. ആഷിക്ക് എന്ന് ഈ ഉടുപ്പുള്ള കൈസ് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത് ഇത് ഊരും കഴിവും ഉണക്കും. പാവ ആഷ്മി ഒന്നും ഇടാനില്ലാത്തോണ്ട് ആഷ്മി എന്നും വീഡിയോ എടുക്കുമ്പോ ആഷ്മിക്ക് 8 ഡ്രസ്സുകൾ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദാണ്ട മൂവാണ്ടം മാങ്ങ പഴുക്കുന്നതിനെക്കാട്ടും നല്ല കിളിച്ചുണ്ട മാങ്ങ പഴുക്കുന്നത് നല്ല ടേസ്റ്റാണ്. കിളിച്ചുണ്ട മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ വളഞ്ഞാലും നല്ല രസം. പക്ഷെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കിളിച്ചുണ്ട മാങ്ങ പുഴുവായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ് ഇതിന് പുഴുവായിരിക്കുന്നത്. കാരണം
ഇതങ്ങനെ അതുകൊണ്ട് അമ്മ എത്ര ഞാൻ 3 എണ്ണേ വാങ്ങിച്ചുള്ളൂ. 2 3 ഉണ്ട്. 250 ഗ്രാം 250 ഗ്രാം 3 എണ്ണം. 250 ബില്ലുണ്ട്. 1 കിലോ മൂവാണ്ടമ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ ഈ പ്രാവശ്യം ആദ്യമായിട്ട് മേടിക്കും കേട്ടോ. 1 കിലോ മൂവാണ്ടമാക്ക് നല്ല മണമുണ്ട്. ഞാൻ വെച്ച് നല്ലോണം പഴുത്ത് നോക്കി നമുക്ക് വൈകിട്ട് ഷേക്ക് അടിക്കണം. ഷേക്ക് അടിക്കുമ്പോൾ ഇത് അങ്ങോട്ട് വെച്ചു. മാങ്ങ ഉണ്ടാ പിന്നെ കൊതി സഹിക്കാൻ ഒക്കത്തില്ല. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനൊരു കിളിച്ചുണ്ട മാങ്ങ എടുത്ത്. എന്ന രസമുണ്ട് കാണാൻ തന്നെ. ഈ കിളിച്ചുണ്ട മാങ്ങ ഇപ്പൊ ഇവിടെ എങ്ങും ഇല്ല കേട്ടോ. നമുക്ക് ഇവിടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് പോയാ മാങ്ങയെന്നല്ല ഒരു മാങ്ങയില്ല. ഇവിടെ അയലത്ത് പോലും ഇല്ല. പക്ഷേ മറ്റേ നമ്മള് വീട് വെക്കുന്നിടത്തില്ലേ അവിടെ അപ്പുറം ഇപ്പുറമൊക്കെ മാങ്ങയല്ലേ, അതൊക്കെ പഴുത്തിട്ടില്ല. കൊള്ളാവൻ തോന്നുന്നു പൂളുമ്പോ അറിയാം. പക്ഷെ പണ്ടുണ്ടല്ലോ തൊണ്ടല് കിളിച്ചിടമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റാന്നറിയാം. പക്ഷെ ഒരെണ്ണം പഴുത്താ കിട്ടത്തില്ല, പുഴുവായിരിക്കും. പക്ഷെ കിട്ടുന്ന അത്രയും നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇതിനെക്കാട്ടിലും നല്ലതാ ഈ നമുക്ക് പൊട്ടില്ലെന്നും പറഞ്ഞ് കരയുമായിരുന്നു. പൊട്ടും കിട്ടുമല്ലോ വേണ്ട. അത് നമ്മുടെ ചെടിക്ക് ഒഴിക്കാനുള്ള വെള്ളം, കഞ്ഞിവെള്ളം നമ്മള് ശേഖരിച്ച് വെച്ചിരിക്കട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല വളമാട്ടോ. നമ്മുടെ കുറച്ച് ദിവസത്തെ കഞ്ഞിവെള്ളം, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് പുളിപ്പിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് വൃത്തികേടാക്കി, എത്രത്തോളം വൃത്തികേടാക്കാം അത്രത്തോളം വൃത്തികേടാക്കി ഇരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ കാണത്തില്ല. കേടില്ലെങ്കിൽ ഞാൻ ഇനിയും പോവും. അമ്മ എത്ര ദൂരം വേണമെങ്കിലും പോകും. ഞാൻ മാങ്ങാക്കിയോണ്ട് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഞങ്ങള് ഇത് അടുത്തൊന്നും അല്ല, ദൂരെ പോയി വാങ്ങിച്ചല്ലേ. ഇത് ഞാൻ ഇച്ചിരി ദൂരെ പോയപ്പോ മേടിച്ചതാ. ദൂരെ എന്ത് ഒരു 5 കിലോമീറ്ററിനപ്പുറം. എനിച്ചില്ലല്ലോ, അത് ദൂരല്ലേ. ഇനി ഞാൻ ഇത് വേറെ കഴിവട്ടെ. ഇതിനകത്ത് ഒരു പാത്രത്തിൽ അത് ഉപ്പൊക്കെ വേറെ പാത്രം കഴിയില്ല. അപ്പൊ പാല് വാങ്ങിയ ഒന്നുമില്ല കേട്ടോ. പറഞ്ഞ സത്യമാ, ഒന്നുമില്ല കഴിക്കാന്. ഞാനല്ലേ ഇവര് എടുക്കുന്നേ. ഉപ്പിട്ട് കഴിക്കാമേ. മധുരമുണ്ടോ? എനിക്കൂടെ അതിൽ വായി വെച്ച് താ. മധുരത്തിനോട് ഇച്ചിരി ഉപ്പിടല്ല. കണ്ടോ എന്റെ ബുദ്ധി. അത് വായിക്കാതാ. എനിക്ക് താ, ഞാൻ കൊതി വിടുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെ കഴിക്കും? എങ്ങനെ ഞാൻ കഴിക്കും? ഇത് എങ്ങനെ ഞാൻ കഴിക്കും? അതാകുമ്പോ പാത്രം പിടിച്ചാ. പഴുത്ത മാങ്ങയാണെങ്കിൽ ഉപ്പൂട്ടി കഴിക്കാൻ നല്ല രസം കേട്ടോ. ഇനി കുപ്പിയിടി പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഇത് പിന്നെ വിളഞ്ഞ് പഴുത്ത കേട്ടോ. ചെറുപ്പം കൊടുത്തോ. ഇപ്പൊ അടിയായി ഇവിടെ. എനിക്കൊന്നും ഉപ്പ് വെക്കാൻ പോലും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും നല്ല. ഇരിപ്പുണ്ട് 2 എണ്ണം കൂടെ. പക്ഷെ മേടിക്കണ്ടായിരുന്നു 1 കിലോയില്. 1 കിലോയ്ക്ക് 1 കിലോയ്ക്ക് വിലക്കുറവ് 80 രൂപയുള്ളൂ. കഷ്ടമുണ്ട് ചേട്ടാ. ഞാൻ ഈ വായി നോക്കിയുണ്ടത്. ഈ വായി നോക്കി ഈ വായി നോക്കി ഞാൻ മാങ്ങ പൂളിയപ്പോ വിളിച്ചതാട്ടോ. ഇപ്പൊ തീർന്നപ്പോ അവിടെ ഓടി വന്ന് മണം പിടിച്ച്. നീ ഇല്ല ഇനി പൂളുമ്പം തരാം. വായി നോക്കിക്കൊണ്ടിരിക്കുക. അവള് കൊടുക്കത്തില്ല, ഇച്ചിരി കുഞ്ഞിന് കൊടുത്തേ. അവള് കൊടുക്കത്തില്ല. നല്ല ടേസ്റ്റ്. അപ്പൊ ബാക്കിയുള്ളത് എന്താ ചെയ്യും? അപ്പൊ എല്ലാവർക്കും ഒരു മാങ്ങ അമ്മ തരുന്നേ. പിന്നെ നമ്മുടെ എനിക്കൊന്ന് 3 മാങ്ങ ഇച്ചിരി പഴുത്ത നമുക്ക് കടയിൽ പറഞ്ഞിട്ടുണ്ട് 2. അത് ഈ മാങ്ങ, മറ്റേത് ഇച്ചിരി പഴുത്ത മാങ്ങയുണ്ട്. ഷേക്ക് അടിക്കുന്ന മാങ്ങ വേറെ. എന്നാലും അടിച്ചു നോക്കാം. 2 പാലെടുത്ത് ഫ്രീസറിലോട്ട് ഇട്ടേക്കാൻ കടയിൽ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് വാങ്ങിച്ചോണ്ട് വരാം. ആര് പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞ ആ ശ്യാമാമ്മന്റെ കടയിൽ പോയിട്ട് ഒരു കട്ടിപ്പാലെടുത്ത് ഫ്രീസറിൽ വെക്കാനാ. കട്ടിപ്പാലല്ലേ, കട്ടിയാവാൻ വേണ്ടി അത് കുഴഞ്ഞു പോയത്, തിരിഞ്ഞു പോയതാ. ഉപ്പ് തിന്നോണ്ടിരിക്കുക. മാങ്ങ പൂളണമെന്നുണ്ട്. പക്ഷെ തിന്നോണ്ടിരിക്കുന്നു. ഇവിടെ വേറെ ആർക്കും കിട്ടാം. ഇപ്പൊ വേണ്ട, പിന്നെ എടുക്കാം. മറ്റേ മാങ്ങ ടേസ്റ്റ് നോക്കുമ്പോ അത് പിന്നെ നോക്കാം. ഇനിയിപ്പൊ സമയമില്ല, സമയമൊന്നുമില്ല. ചോറ് കൊടുത്തില്ല. ഒരു ചോറ് കൊടുക്കില്ല. വേണ്ട, ഇപ്പൊ വേണ്ട. എന്തിനാ മിക്കുവിനെ അയച്ചിട്ടേക്കെന്ന് അറിയാമോ ഗൈസ്? ഇന്ന് രാവിലെ വലിയൊരു പണി. 200 രൂപയ്ക്ക് മീൻ മേടിച്ചാൽ 200 അല്ല 300. 200 2 ദിവസത്തേക്ക് മേടിക്കാം. അപ്പം ഞാന് കഥ ഇവിടുന്ന് പാവയ്ക്കരിയായിരുന്നു പുറത്ത് തന്നെ കേട്ടോ. പൂച്ച കയറി
എല്ലാരും ഇവിടെ ഇരിക്കുവായിരുന്നു. ഞങ്ങളെല്ലാരും പുറത്തിരിക്കുവായിരുന്നു. ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് കവർ കീറി അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. ഒരു സൈഡ് വെച്ചിട്ട് ആദ്യം കളഞ്ഞ്, പിന്നെ ഇപ്പുറത്തെ സൈഡ് കുറച്ച് സൈഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് മാത്രം എടുത്തിട്ട് ബാക്കി സൈഡ് ഇത്രയും ഞാൻ എടുത്ത് ഇവർക്ക് വെച്ചു. അതിനെ ഞാൻ മിക്കുവിനെ തുറന്നിട്ടേക്കാം. മിക്കുവിനെ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ കൊടുത്തോണ്ടിരുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളങ്ങനെ പെരക്കത്ത് കയറി അങ്ങനെ പൂച്ച അങ്ങനെ എടുക്കാൻ പാടില്ല. പൂച്ചയുടെ സ്വഭാവം അത് എന്തോ ചെയ്യാനാ. നമ്മളിനി എത്ര നോക്കിയാലും പൂച്ചയുടെ സ്വഭാവം അത് കാണിക്കും. എന്റെ മീൻ വേസ്റ്റ് ആയിപ്പോട്ടോ. ഞാനിപ്പോ കളഞ്ഞത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കവർ കീറാത്ത ഭാഗത്ത് നിന്ന് കുറച്ചെടുത്ത് ബാക്കി മൊത്തം കളഞ്ഞത്. അത് ഞാൻ മിക്കുവിനെ തുറന്നിട്ടേക്ക്. അവർക്ക് ചോറ് ഇപ്പൊ പൂളുന്നില്ല. പിന്നെ എനിക്കിപ്പോ സമയമില്ല. അതുകൊണ്ട് പൂളിട്ട് പോയാ മതി. അത് നോക്കിട്ടോ പോയി. കഷ്ടകാല സമയത്തെങ്ങാണ്ട് മേടിച്ചതാ നീ. ആ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തുകൊണ്ടല്ലോ കരിയിക്കും. പാവയ്ക്കയും കരിയിച്ചു, ഇതും കരിയിച്ചു. പാവയ്ക്ക മൂപ്പിച്ചതേ ഉള്ളു, കരിയല്ല. അത് തന്നെ കരിയുന്നത്. മാങ്ങായുടെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരുന്ന എന്റെ മീൻ കരിഞ്ഞു പോയി. ഈ കഷ്ടകാല സമയത്ത് ഞാൻ മേടിച്ച മീൻ കേട്ടോ, ഒരു പ്രയോജനവും ചെയ്യത്തില്ലെന്ന് തോന്നി ഈ മീൻ. എന്റെ പൈസ ഇനി മുതൽ സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് പോയി വാങ്ങിക്കാം. ഇനി മുതൽ രാഹുകാലവും അങ്ങനെ ഇടത്തീറ്റ് കഴിക്കുകയാണ് വെച്ചു കേട്ടോ. രാവിലെ ദോശ ചമ്മന്തിയും കഴിച്ചു. ഇത് 12 മണി തീറ്റ കേട്ടോ. എന്റെ ഈ കറി കണ്ടപ്പോ സഹിക്കാൻ വയ്യാന്ന് കൊതി. പിന്നെ അടിച്ചേപ്പിച്ച് ഞാൻ പാവയ്ക്ക വേണ്ട, പാവയ്ക്ക മെഴുക്കോട്ട് വേണ്ട. ആശിക്ക് ചോറ് വേണോ? ചോറ് വേണോ ആശിക്ക്? വേണ്ട. ടേസ്റ്റ് ഉണ്ടോ ഡി? ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ടേസ്റ്റ് അല്ല, വീഡിയോക്ക് വേണ്ടിട്ട് ഇത് ഇച്ചിരി ടേസ്റ്റ്. കരിയാപ്പില കറിയാണ്. ഞാൻ കരിയാപ്പില തോനയിടും വീഡിയോക്ക് വേണ്ടിട്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കിത് ചെറിയ പീസ് മീനും വേണ്ട. എനിക്ക് മീൻ വേണ്ട. അല്ല ഇച്ചിരി മീൻ വേണ്ട. ചൂട്, നീ ഈ ചൂടത്തെ ചൂട് ചോറ് എങ്ങനെ തിന്നുന്നു? ചൂട് ഭയങ്കര ചൂട്, തിന്നാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റ് ആയി കറി കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. നാരങ്ങാച്ചാർ വേണം, നാരങ്ങാച്ചാർ വേണം. നാരങ്ങാച്ചാർ എനിക്ക് 2 ദോശ വെച്ചോളൂ. വെള്ള നാരങ്ങാച്ചാറ്. ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. അമ്മയാ ഫുള്ള് തിന്നുന്നത്. ഇച്ചിരി നമ്മളെ കൊതിയിട്ടായിരിക്കാൻ വേണ്ടി ഇച്ചിരി ആശിക്കൂടാ. ആശിക്ക് ഇഷ്ടമേ അല്ലാത്ത കറിയാണ് കേസ് ഇത്. ചൂടാങ്ങ് ഇച്ചിരി ചൂടാ. ഈ സ്റ്റീലിന്റെ അടുപ്പ് ഇങ്ങനെ ചൂട് നിന്നോണ്ടിരിക്കും. രാത്രി ആകുമ്പോൾ ചോറിന് ഇതേ ചൂട്. അതാ നമ്മളാ ചോറ് വെച്ച അടുപ്പിൽ തന്നെ നമ്മള് ചോറ് അങ്ങനെ വെച്ചേക്കുമ്പം ചൂടിങ്ങനെ ഇരിക്കും. ചൂടായിട്ടിരിക്കും നമ്മളെ ചോറ് എപ്പോഴും. ഇന്നലെ വാർപ്പിന്റെ 2 പൊതി ബിരിയാണി അത് ഞാൻ പാത്രത്തിലിട്ട് അടിച്ചു വെച്ചപ്പോണ്ട്. പക്ഷെ അത് കൊള്ളാമോ എന്നറിയത്തില്ല. നമുക്കിന് ചിക്കൻ പീസ് എടുത്ത് നമുക്ക് കഴുകി മറ്റവർക്ക് കൊടുക്കാം. ചോറ് കളഞ്ഞേക്കാം. കാരണം എനിക്ക് തോന്നില്ല ആർക്കും കൊടുക്കാനും. രാത്രി ആയിരുന്നല്ലോ, നമ്മൾ എല്ലാവർക്കും കൊടുത്തായിരുന്നു. പിന്നെ അധികം വന്നതാണ്. ഉച്ച വരെ അല്ല, രാത്രി വരെ വാർപ്പ്, സന്ധ്യ വരെ വാർപ്പായിരുന്നു. പൊടി 6:30 കംപ്ലീറ്റ് കഴിഞ്ഞ ഫുഡും കഴിച്ച് എല്ലാവരും കഴിഞ്ഞു. ഉച്ചക്ക് വന്നിട്ട് പോവാന്ന് പറഞ്ഞവരൊക്കെ വൈകുന്നേരം 6:30 അവരൊക്കെ ഫുഡ് കഴിച്ചപ്പോ. മീനെടുത്തോണ്ട് ഓടി ചുമ്മാരി വേണ്ട. ഇന്നലത്തെ ബിരിയാണി കേട്ടോ. പക്ഷെ ഇത് കൊള്ളത്തില്ലടേ, വേണ്ടാടേ. നമ്മൾ വീട്ടിൽ വെക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു പിറ്റേന്നിരുന്നാലും നമ്മൾ ചൂടാക്കി കഴിക്കാം. പക്ഷെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നത് ഞാൻ ഇന്ന് വരെ ചൂടാക്കി കൊടുത്തിട്ടില്ല. ചൂടാക്കി അല്ല, ഇന്നലെ തന്നെ അവര് രാവിലെ ഉണ്ടാക്കുന്നതാ. പക്ഷെ രാത്രിയിലല്ലേ നമ്മൾ പൊതി അഴിച്ച് വെച്ചത്. എനിക്ക് തോന്നിയത് കൊള്ളാമെന്ന് തോന്നുന്നില്ല. 2 ബിരിയാണി കേട്ടോ. 2 ബിരിയാണി പൊതി, 2 ബിരിയാണി. നമ്മൾ കണ്ട് ഇതൊക്കെ ശരിക്കടിക്കാനായിട്ടുള്ള പാലൊക്കെ വാങ്ങിച്ചു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റേതായ രീതിക്ക് എന്റെ ഇഷ്ടം ചെയ്യും കേട്ടോ. എന്താ കട്ടിയായില്ല, ഞാൻ താമസിച്ചായിരുന്നു പറഞ്ഞത്. കുഴപ്പമില്ല നമുക്ക്. അപ്പൊ എനിക്ക് ഐസ്ക്രീം ഒക്കെ ഇടണമെന്ന്. പക്ഷെ വാനില ഐസ്ക്രീം തീർന്നു പോയി. അപ്പൊ വാനിലയുടെ 2 കട്ടിയായിട്ടുള്ള സിപ്പപ്പ് വന്നിട്ട് ഇതിനകത്ത് ഒഴിച്ചോളാൻ പറഞ്ഞു. എന്നാ പിന്നെ പറഞ്ഞതുപോലെ കേൾക്കാന്ന് വിചാരിച്ച്. അപ്പൊ അവിടെ 2 നല്ല പഴുത്ത മാങ്ങ. പക്ഷെ ഈ മാങ്ങേ
അപ്പൊ ഈ പഴുത്ത മാങ്ങ അല്ല ഇത് ഇച്ചിരി നാര് കൂടുതലുള്ള മാങ്ങ. ഇത് എന്തായി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാരില്ലാത്ത മാങ്ങ വേണം. നാരിന്ന് അങ്ങോട്ട് കറിയിക്കളാ. ഇത് ഇച്ചിരി നാര് കൂടുതലുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാങ്ങാട്ടി ഇതേപോലെ പതിൻ്റെ കെട്ടിയിരിക്കുന്നത്. ആ കുഴപ്പമില്ല, നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസല്ല, എന്താ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. കൊള്ളാമെങ്കിൽ കൊള്ളാം. ആ കുഴപ്പമില്ല. ഞാൻ പാലും വലിയ കട്ടിയൊന്നുമില്ല, മാങ്ങായും പിന്നെന്താ ഇച്ചിരി പഞ്ചസാരയും പിന്നെ നമ്മുടെ ഒരു വാനില ഐസ്ക്രീമും പിന്നെ ഇത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പിസ്താപ്പരിപ്പ് എല്ലാം കൂടെ പൊടിച്ച പൊടി കേട്ടോ. ഇത് ഒരു 2-3 സ്പൂൺ ഞാനങ്ങ് തട്ടി. കൊള്ളാമോ എന്തോ. നമുക്കൊന്ന് അടിച്ചു വെക്കാം. മാംഗോ ഷേക്ക് ഞങ്ങളുടെ സ്വന്തം സൃഷ്ടി. ദാണ്ടെ നാര് ഒന്നും കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞങ്ങളുടെ സ്വന്തം പ്രിപ്പറേഷൻ കൊള്ളാം കേട്ടോ. ആരും കാണാതെ ഞാനും ആഷിമയും കൂടെ 2 അണ്ടിപ്പരിപ്പ് കൂടെ മേടി വെതറിട്ടിട്ട് കേട്ടോ. ആരും കണ്ടിട്ടില്ല, പക്ഷെ സംഭവം കൊള്ളാം. പറഞ്ഞപ്പോഴത്തേക്കിന് അണ്ടിപ്പരിപ്പെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഓടിയത്. സോറി ഗൈസ്, ഇത് ചുമ്മാ ഒരു രസത്തിനിട്ട്. അയ്യടി എങ്ങനെയുണ്ട് അശ്മി? കൊള്ളാവോ? അത് ലച്ചു വിടാതിരിക്കാൻ വേണ്ടിട്ട് പറയുമല്ലേ അണ്ടിപ്പരിപ്പ് വേണ്ടായിരുന്നെന്ന്. കൊള്ളാം കേട്ടോ. ഞാൻ മാംഗോ ഷേക്കൊക്കെ ജീവിതത്തിൽ അതുവരെ ഉണ്ടാക്കുന്ന അത്. പക്ഷെ നമ്മള് ഷാർജ ഉണ്ടാക്കും. ഷാർജ മിക്ക ദിവസം ഉണ്ടാക്കും. ഞങ്ങൾക്കങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ ഞങ്ങൾ പൂളി എന്തായിരുന്നു മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിന്നെ ചെയ്യുന്നത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. നമ്മുടെ ആ പൊടി ഉണ്ടല്ലോ, ആ പിസ്ത അണ്ടിപ്പരിപ്പും ബദാം പരിപ്പെല്ലാം കൂടെ പൊടിച്ചേ, അത് ഞാൻ കുറച്ച് വാരിയിട്ടിട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ട്. അതും കൂടെ ആയപ്പോഴാണ് തോന്നുന്നു എനിക്കൊന്ന് നല്ല ടേസ്റ്റ് ആയത് അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേരെ, ലൈക്ക് ചെയ്യണം. ആയാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. അത് കഷ്ടമാട്ടോ ഇല്ലെങ്കിൽ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. ഞാൻ മാങ്ങയ്ക്ക് നാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ബൈ ബൈ. അത് കുഴപ്പമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല. ഇനി നമുക്ക് അല്ലാത്ത നല്ല മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ജ്യൂസ് അടിക്കാം, ഇതടിക്കാം. പക്ഷെ ഇത് നല്ല പാലിന് കട്ടിയില്ലായിരുന്നെങ്കിലും നല്ല അത്യാവശ്യം കട്ടിയല്ലേ. അപ്പം അടുത്ത വീഡിയോ കാണാം. ഇല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകും. ബൈ ബൈ.